എല്ലാവർക്കും നമസ്കാരം. പ്രമുഖ ജർമ്മൻ കത്തോലിക്ക മാധ്യമമായ കാത്തലിക് പുങ്ക് ടുഡേയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പിൽ ഉള്ളതിനേക്കാളും കൂടുതൽ കത്തോലിക്കർ ഇപ്പോൾ ഉള്ളത് ആഫ്രിക്കയിൽ ആണ് എന്നുള്ളതാണ്. 2024 കണക്കുകൾ അനുസരിച്ച് 288 മില്യൺ കത്തോലിക്കരാണ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഇന്ന് അതിൻ്റെ വളർച്ച 7 മില്യൺ അധികം വളർച്ച ഉണ്ട് എന്നുള്ളതാണ്. ലോകത്തുള്ള കത്തോലിക്കരിൽ 20.3% ഇപ്പോൾ ആഫ്രിക്കയിലാണ്. ആ സ്ഥാനത്ത് യൂറോപ്പിലുള്ള കത്തോലിക്കരുടെ എണ്ണം 20.1. അതിൻ്റെ അർത്ഥം ഇപ്പോൾ യൂറോപ്പിലുള്ള കത്തോലിക്കരെക്കാളും കൂടുതലുള്ളത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. 54 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആഫ്രിക്ക. ഈ രാജ്യങ്ങളിലെ കത്തോലിക്ക സഭയുടെ വളർച്ച അതിവേഗമാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അവിടുത്തെ സഭയുടെ വളർച്ച തനതായ പാരമ്പര്യവും സംസ്കാരവുമായി ഒരുമിച്ചുകൊണ്ടുള്ള ഒരു വളർച്ചയാണ്. അവിടുത്തെ പാരമ്പര്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളർച്ചയാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ അടുത്ത കാലത്ത് വത്തിക്കാൻ സഭ മൊത്തത്തിൽ ആഫ്രിക്കയിലെ വളർച്ചയെ ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പഴയ പോപ്പുമാരെല്ലാം ആഫ്രിക്കയെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു, അപ്പോസ്തോലിക സന്ദർശനം നടത്തി കഴിഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഫ്രിക്കൻ സന്ദർശനം ലോക കത്തോലിക്ക സഭയിലെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോഴറിയാം ലെയോ 14 മാർപ്പാപ്പയും ആഫ്രിക്കൻ പര്യടനത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സഭയുടെ ഭാവി തന്നെ ആഫ്രിക്കയിലാണ് എന്ന് നമുക്കൊരു പരിധിവരെ നമുക്ക് പറയുവാൻ സാധിക്കും ഈ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ.